ഹായ്, ഞാൻ രാവിലെ മുതൽ ഞാനൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് എന്ത് പറയണം, എങ്ങനെ പറയണം എന്നറിയത്തില്ലാത്തതുകൊണ്ട് ഞാനത് നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും, നിങ്ങളുടെ ഭൂരിഭാഗം ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടാകും, കൊൽക്കട്ട അർജിക്കർ മെഡിക്കൽ കോളേജിൽ 31 വയസ്സുള്ള സെക്കൻഡ് ഇയർ PG സ്റ്റുഡൻസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി തുടർച്ചയായ 36 മണിക്കൂർ ഡ്യൂട്ടിക്ക് ശേഷം രാത്രി 2 മണിക്കോ മറ്റോ ഫുഡ് കഴിച്ച് അടുത്തുള്ള സെമിനാർ ഹാളിലേക്ക് പോയി വിശ്രമിക്കുന്നതിനിടയിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം ആ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ ആ പെൺകുട്ടി അതിക്രൂരമായിട്ടാണ് പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തല മുതൽ കാലിൻ്റെ വിരൽ വരെ ആ പെണ്ണിന് പീഡനം ഏറ്റിട്ടുണ്ട്. അത്ര ക്രൂരമായിട്ടാണ്. അപ്പം ഇത് കാണുമ്പം വളരെ വലിയ വിഷമമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ വാർത്തകളുണ്ട്, അതിനെ ഫോളോ ചെയ്ത് അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും നോക്കിക്കൊണ്ടിരിക്കും. അപ്പം പലരും പെണ്ണ് ധരിക്കുന്ന വസ്ത്രം, അല്ലെ അവൾ ഇറങ്ങി നടന്ന സമയം, അഭയ കേസ് വന്നപ്പോൾ നമുക്കറിയാം ഈ സമയത്ത് എന്തിനു പുറത്തു പോയി എന്നുള്ള ചോദ്യം വരെ ഉണ്ടായിട്ടുണ്ട്. അതായത് പെണ്ണ് ഇന്ന സമയത്തേ പുറത്തു പോകാൻ പാടുള്ളൂ, അല്ലെ ഇന്ന വസ്ത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്ന രീതിയിൽ പോലും. അങ്ങനെയുള്ളവർക്കോട് വേറൊരു കാര്യം ചോദിക്കാം. ആസിബ ബാനു എന്ന് പറയുന്ന 8 വയസ്സുള്ള പെൺകുട്ടി, അവൾ ഏത് വസ്ത്രം ധരിച്ചിട്ടായിരുന്നു, അവൾ ഏത് സമയത്ത് പുറത്തു പോയിട്ടായിരുന്നു? അതിക്രൂരമായി ദിവസങ്ങളോളം 6-7 പേരാണ് ആ കുഞ്ഞിനെ ഭക്ഷണം പോലും ഇല്ലാതെ അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്നത്. ഞാൻ ഇതിനെക്കുറിച്ചൊന്നുമല്ല പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഏത് തരത്തിലുള്ള ഒരു സമൂഹത്തിലേക്കാണ് ഈ കാര്യം പറയുന്നതെന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഏത് തരത്തിലുള്ള സമൂഹത്തിലേക്ക്. ഇന്ന് ഒരു പെണ്ണ് റേപ്പ് ചെയ്യപ്പെടുമ്പോൾ ആ പെണ്ണിൻ്റെ വസ്ത്രവും ആ പെണ്ണ് നടന്ന സമയവും എല്ലാവരും എടുത്തു പറയും, പലരും എടുത്തു പറയും. അങ്ങനെയുള്ളൊരു പലരും പറയുന്ന ഒരു സമയത്ത് ഏത് സൊസൈറ്റിയിലേക്കാണ് നമ്മളിത് പറയുന്നതും കൂടെ ചിന്തിക്കണം. നിങ്ങൾ സ്വയം നിങ്ങളിലേക്കൊന്ന് നോക്കുക, എന്നിട്ട് നിങ്ങളെ സ്വയം ഒന്ന് ജഡ്ജ് ചെയ്യുക. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്താൽ പോലും ഒരു പെണ്ണ് ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പെണ്ണ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പെണ്ണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വന്ന് ആ പെണ്ണിനെ ഏതൊക്കെ രീതിയിൽ മോശമായി ചിത്രീകരിക്കാമോ അത്രമാത്രം മോശമായി ചിത്രീകരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. എന്തിനു വേണ്ടിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ഇതുവരെ എനിക്കറിയില്ല. അപ്പോൾ എല്ലാ പെൺകുട്ടികളും പെർഫെക്റ്റ് ആണെന്നോ എല്ലാവരും നല്ലവരാണെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത്. അതായത് പുരുഷപക്ഷപാതം പറയുന്ന ചിലരെങ്കിലും നമ്മുടെ ഇടയിലുണ്ട്. അതായത് പുരുഷന് ഇങ്ങനെ അനീതി ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അതേസമയം നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ, മനുഷ്യത്വം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ഈ സ്ത്രീ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ചിന്തിക്കാൻ സമയം മാറ്റി വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, എത്രമാത്രം ഒരു അരാജകത്വമാണ് സ്ത്രീ നേരിടുന്നത്. അതായത് ഒരു സമയത്ത് ഇപ്പം ഈ ഒരു സംഭവം ഉണ്ടാകുമ്പം ഞാൻ ഒരുപാട് രാത്രി സമയത്ത് ഞാൻ ഒരു രോഗിനെ നോക്കാനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഞാൻ പോകുന്ന ഒരു വ്യക്തിയാണ്, വണ്ടി എടുത്ത് പോകുന്ന ഒരാളാണ്. 9:30-ക്കോ 10 മണിക്കോ 10:30-ക്കോ അങ്ങനെയുള്ള സമയത്ത് ഞാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾക്ക് എപ്പോഴും ഒരു പേടിയാണ് മനസ്സിൽ, അടുത്ത സമയം എന്ത് സംഭവിക്കാം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം. അതായത് തൊട്ടടുത്ത് പോലും ഇങ്ങനെയുള്ള റേപ്പ് ആയിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. കുറച്ച് നാൾ മുമ്പ് എനിക്കറിയുന്ന ഒരു വ്യക്തി ഒരു സ്ത്രീയെ ഗ്യാങ് റേപ്പ് ചെയ്ത്, അതായത് എനിക്ക് ജസ്റ്റ് എൻ്റെ ഒരു പേഷ്യൻറ്റിനെ ആ രീതിയിൽ അറിയുന്ന, ഗ്യാങ് റേപ്പ് ചെയ്ത് ആ പെണ്ണിൻ്റെ ബനാർഘട്ട റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് തലയിലെ കല്ലും കൊണ്ട് ഇടിച്ചിടിച്ച് രാവിലെ വരെ ആ സ്ത്രീക്ക് പാതി ജീവനുണ്ടായിരുന്നു. രാവിലെ ആയപ്പോഴത്തേക്കും ആ സ്ത്രീ മരിച്ചു. അപ്പം നമ്മുടെ ചുറ്റുപാടും തന്നെ ഇത് ഒരുപാട് നടക്കുകയാണ്. അതിന് പ്രായമില്ല, ഒന്നും ഒരു ഇതില്ല, ഇന്ന പ്രായമെന്നില്ല, മക്കളെന്നില്ല, വയസ്സായവരെന്നില്ല, ചെറുപ്പക്കാരെന്നില്ല, എല്ലാ അത്ര അരാജകത്വമാണ് നേരിടുന്നത് സമൂഹത്തിൽ. അപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നുമല്ല ഞാൻ പറയാൻ. നിങ്ങൾ സ്വയം നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. അതായത് ഞാൻ എന്താണ്, ഓരോ പുരുഷനും സ്വയം നിങ്ങളൊരു സ്ത്രീയോട് പറയുന്ന, നിങ്ങൾ ചെയ്യുന്ന ഒരു കമൻറ്റ്, പറയുന്ന ഒരു രീതി,
ഇതാ എന്താണെന്ന്. അപ്പം നിങ്ങളൊരു ഭാഗമാകുകയാണ്. നിങ്ങളിങ്ങനെ ഈ സ്ത്രീകളെ ചെന്നിട്ട് ഇങ്ങനെ തെറി വിളിക്കുമ്പോഴും ഇതേ ഭാഗമാകുകയാണ് നിങ്ങളും. അതിനൊരു തർക്കമില്ല. ഇവരെന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഒരു ചെറിയ വെർഷൻ നിങ്ങളായി തീരുകയാണ് അവിടെ. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് സ്ത്രീകൾ തന്നെ, ഒരു സ്ത്രീ ഒരു ചെറിയ വസ്ത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ തന്നെ വന്നിട്ട് അവരെ തെറി വിളിക്കും. സ്ത്രീകൾ തന്നെ സ്ത്രീകളെ തെറി വിളിക്കും. അപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിലെ ആൺമക്കളോട് എനിക്ക് ഈ സ്ത്രീകളോട് പറയാനുള്ളതാണ്, നിങ്ങളുടെ വീട്ടിലെ ആൺമക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഒരു പെണ്ണ് ഇങ്ങനെ നടന്നാൽ തെറ്റാണ്, അങ്ങനെ നടന്നാൽ തെറ്റാണ്, അവൾ ചിരിച്ചാൽ തെറ്റാണ്, അവൾ ആ സമയത്ത് പോയാൽ തെറ്റാണെന്നല്ല. നിങ്ങൾ നിങ്ങളുടെ ആൺമക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ എങ്ങനെ ആകരുത്, നീ ഒരു സ്ത്രീയുടെ അടുത്ത് എങ്ങനെ ആകരുതെന്നാണ് ആ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നീ ഇങ്ങനെ ആകാൻ പാടില്ല, നീ ഇന്ന രീതിക്ക് ഇന്ന ഒരു സ്ത്രീക്ക് എനിക്ക് ആ മക്കളാണ്. ഞാൻ ചെറിയ പ്രായത്തിലെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒരു സ്ത്രീയോട് നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടാകാം, നിങ്ങൾക്ക് വികാരങ്ങളുണ്ടാകാം. നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണിത്. നിങ്ങൾക്ക് വികാരങ്ങളുണ്ടാകാം, ചെറിയ പ്രായം തൊട്ട് നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടാകാം, നിങ്ങൾക്ക് വികാരങ്ങളുണ്ടാകാം. പക്ഷെ അത് തീർക്കേണ്ടത് നിങ്ങൾ വേറെ ആക്രമിച്ചല്ല, അല്ലെങ്കിൽ ഒരാളുടെ സമ്മതം ഇല്ലാതെയല്ല നിങ്ങളത് ചെയ്യേണ്ടത്. ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് നമ്മൾ അവരുടെ ശരീരഭാഗങ്ങൾ എന്താണ്, നിൻ്റെ ശരീരത്തിൽ ഇന്ന സ്ഥലത്ത് ഇങ്ങനെയാണ്, നീ ഒരു പെണ്ണിൻ്റെ അടുത്ത് പോകുമ്പോൾ അവൾക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഒരു അമ്മ പറഞ്ഞു കൊടുക്കാൻ എന്തിനാ മടിക്കണ്ടേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് നമ്മുടെ മൂക്കും കണ്ണും ഒക്കെ പോലെ ഇത് നിൻ്റെ ഒരു അവയവമാണ്. ഇന്ന പ്രായത്തിൽ നിനക്ക് ഇന്ന വികാരങ്ങൾ ഉണ്ടാകാം. നീ ഒരു സ്ത്രീയെ സമീപിക്കുമ്പോൾ നീ പെരുമാറേണ്ടത് എങ്ങനെയാണ്. ഒരമ്മയ്ക്കല്ലാതെ ലോകത്ത് ഒരാൾക്കും ഒരാമക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഏറ്റവും പെർഫെക്റ്റ് അമ്മ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഒരാമക്കളോട് ഒരു പെണ്ണിൻ്റെ ശരീരം എന്താണ്, അവളെ എങ്ങനെ സമീപിക്കണം, അല്ലെ അവളോട് ഏത് രീതിയിൽ അവളുടെ അടുത്ത് ചെല്ലണം എന്നുള്ളത് ആൺകുട്ടിക്ക് ഏറ്റവും നന്നായി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഒരമ്മയ്ക്കാണ്. ഒരമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് മനസ്സിലാവും, വേറെ ആര് പറഞ്ഞാലും മനസ്സിലാവില്ല. അതാണ് അതിൻ്റെ സത്യം. അപ്പം ഓരോ അമ്മമാരും അല്ലെങ്കിൽ ഓരോ ആമക്കളുള്ളവരും പറഞ്ഞു കൊടുക്കുന്നത് ആമക്കളോട്, നീ ഒരു പെണ്ണിനോട് ഇങ്ങനെ ആകാൻ പാടില്ല. അല്ലാതെ ആമക്കളുടെ മുമ്പിൽ പെൺമക്കളോട് നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്, നീ അങ്ങനെ നടക്കരുത്, നീ ഇങ്ങനെ നടക്കരുതെന്നല്ല പറയേണ്ടത്. ആമക്കളോടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നീ ഒരു പെണ്ണിനോട് അമ്മ ഇങ്ങനെയാണ്, അമ്മയുടെ ശരീരം ഇങ്ങനെയാണ്, ഓരോ സ്ത്രീയുടെ ശരീരവും അങ്ങനെയായിരിക്കും. നീ ഒരു സ്ത്രീയുടെ അടുത്ത് പോകുമ്പം നീ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നീ ഒരിക്കലും ഒരു സ്ത്രീയെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഏറ്റവും നന്നായി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഒരമ്മയ്ക്ക് തന്നെയായിരിക്കും.